നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടെ ഇറാന്റെ എണ്ണ ഉൽപാദനത്തിനും വിതരണത്തിനും മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അങ്ങനെ താൽക്കാലികമായി നീക്കിയിരിക്കുകയാണ്. US ട്രഷറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വിറ്റ്സർലൻഡിലെ ബർഗൻ സ്റ്റോക്ക് റിസോർട്ടിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ നിർണായകമായ തീരുമാനമെത്തിയത്. ആഗസ്റ്റ് 21 പുലർച്ചെ 12:01 വരെ അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും വിതരണം ചെയ്യാനുമുള്ള അനുമതി ഇറാന് നൽകിയിരിക്കുന്നതായാണ് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ ചരക്കു നീക്കം ഉറപ്പാക്കണമെന്ന ഇറാന്റെ ഉറപ്പും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇൻസ്പെക്ടർമാർക്ക് ഇറാനിൽ പരിശോധന നടത്താൻ അനുമതി നൽകിയതുമാണ് ഉപരോധം പിൻവലിക്കാൻ കാരണമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾ വിജയകരമായ അന്തിമ കരാറിലേക്ക് എത്തുന്നതിനുള്ള അടിത്തറ പാകിയിട്ടുണ്ട് എന്നാണ് JD വാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൽക്കാലിക ഇളവ് നിലവിൽ വരുന്നതോടെ ഇറാനിൽ നിന്നുമുള്ള അസംസ്കൃത എണ്ണയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകൾക്കും നിയമപരമായി അനുമതി ലഭിച്ചേക്കും. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അമേരിക്കയും ഇസ്രായേലും ഇറാനും നേരെ തുടരുന്ന സംയുക്ത ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് യുഎസിന്റെ വക മുന്നറിയിപ്പ്. തന്റെ തീരുമാനങ്ങളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാധീനിക്കുന്നുണ്ട് എന്ന വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയത്. ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരാണെന്നും സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കാണ് രണ്ടുപേരും മുൻഗണന നൽകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പൊതുബോധം തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ജെറുസലേമിൽ നടന്ന JNS ഇന്റർനാഷണൽ പോളിസി ഉച്ചകോടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഹോർമോസ് കടലിടുക്കിന്മേൽ ഇറാൻ പൂർണ്ണമായും മേധാവിത്വമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിൽ ഈ ജലപാതയ്ക്ക് ജലപാതയുടെ പങ്ക് വളരെ വലുതാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത് മുതൽ എണ്ണവില കുതിച്ചുയർന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. ഉയർന്ന ഇന്ധന വില കാരണം അമേരിക്കയിലെ സാധാരണ ജനങ്ങൾ പോലും ട്രംപ് സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്നു. ഇത് ട്രംപിന്റെ ജനപ്രീതിയെയും അംഗീകാര റേറ്റിംഗുകളെയും ദോഷകരമായി ബാധിച്ചതോടെയാണ് ഇറാനുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിലെത്താൻ വൈറ്റ് ഹൌസ് നിർബന്ധിതരായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒന്നാം റൗണ്ട് ചർച്ചകൾക്കൊടുവിൽ മധ്യസ്ഥ രാജ്യങ്ങളായ പാകിസ്ഥാനും ഖത്തറും ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈനിക ഏറ്റുമുട്ടലുകളും തെറ്റായ ധാരണകളും ഒഴിവാക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു പ്രത്യേക ആശയവിനിമയ പാത സ്ഥാപിക്കാൻ ധാരണയായി. വാണിജ്യ കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവാദം നൽകുന്നതിനൊപ്പം തന്നെ മേഖലയിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും ഈ ചർച്ചയിലൂടെ ഇറാന് കഴിഞ്ഞു. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയാണ് ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഒന്നാം റൗണ്ട് ചർച്ചകൾ അവസാനിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഒന്ന് മാത്രമാണ്: മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്നും. എന്തായാലും സൂപ്പർ പവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് പോലും ഇറാന്റെ സൈനിക ശക്തിയെയും തന്ത്രപ്രധാനമായ സ്ഥാനത്തെയും അവഗണിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. അമേരിക്കയുടെ ഭീഷണികളെ വകവയ്ക്കാതെ സ്വന്തം നയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധത്തിന്റെ യഥാർത്ഥ നായകന്മാർ തങ്ങളാണ് എന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ലോകം ഇനി ഉറ്റുനോക്കുന്നത് വരും മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന തുടർച്ചയായ നയതന്ത്ര നീക്കങ്ങളിലേക്കാണ്.